കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ആലപ്പുഴ ജനറൽ ആശുപത്രി, വണ്ടാനം മെഡിക്കൽ കോളേജ്, കായംകുളം ഗവൺമെന്റ് ആശുപത്രി, മാവേലിക്കര ജില്ലാ ആശുപത്രി, ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രി, കുട്ടനാട് പുളിങ്കുന്ന് ജില്ലാ ആശുപത്രി. മനസ്സിലായില്ല. ഞാൻ ഈ എണ്ണി പറഞ്ഞ എല്ലാ ആശുപത്രികളിലും കിബിയിലെ പൈസ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഉപയോഗിച്ചിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചു, ചിലത് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എത്ര കോടിയാണെന്നറിയോ? 117 കോടി ആലപ്പുഴ നഗരത്തിൽ, എന്റെ മണ്ഡലത്തിലാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. ശ്രീ എം ലിജുവിനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് എണ്ണി പറഞ്ഞ ആശുപത്രികളിൽ ഒന്നിന്റെ പേര് കായംകുളം താലൂക്ക് ആശുപത്രിയാണ്. കഴിഞ്ഞ ദിവസം അവിടെ രോഗികളെ പരിശോധിച്ചത് മൊബൈൽ വെട്ടത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ഇവിടെ മൊബൈൽ ടോർച്ച് വെട്ടത്തിന്റെ ഒരു നിമിഷം വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്നാണ് OP-യിൽ രോഗികളെ മൊബൈലിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചത്. അവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാങ്ങി വെച്ചിരിക്കുന്ന ജനറേറ്റർ പ്രവർത്തനരഹിതമാണ്. അപ്പൊ അങ്ങ് എണ്ണി പറഞ്ഞ മേന്മകളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒന്ന് എനിക്ക് കൂട്ടിച്ചേർക്കാൻ ഉള്ളിടത്ത് പരിമിതികളും കെടുകാര്യസ്ഥതയും ഉണ്ടെന്ന് നമ്മുടെ സിസ്റ്റം തിരിച്ചറിയണ്ടേ? എല്ലാ സിസ്റ്റത്തിന്റെ പ്രശ്നമാണല്ലോ. അതല്ല ഉദ്ദേശം. നിങ്ങളുടെ സ്റ്റുഡിയോയിൽ കറണ്ട് പോയിക്കൂടെ? ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ കറണ്ട് പോകാം. അതുകൊണ്ടാണ് ഇവിടെ ജനറേറ്റർ സംവിധാനം ഉള്ളത്. മാതൃഭൂമി ന്യൂസ് അതാണ് ആ ജനറേറ്റർ കറണ്ട് പോകുന്നതിന്റെ കൂടെ അല്ല കേട് വരിക. കറണ്ട് പോകുമ്പോൾ പകരം സംവിധാനം എന്ന നിലയ്ക്കുള്ള ജനറേറ്റർ കേട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ അത് കേട് വരുന്നതിന് മുമ്പ് നമ്മളത് പരിഹരിച്ചു വെക്കുക എന്നുള്ളതാണ് കർത്തവ്യബോധം. നിങ്ങളുടെ സ്റ്റുഡിയോയിൽ കറണ്ട് പോയ സമയത്ത് ജനറേറ്ററും കൂടി ഒരേ സമയം കേട് വന്നാൽ നിങ്ങൾ ചാനൽ കൊടുക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. 10-13 വർഷമാകുന്നു ഈ സ്ഥാപനം പ്രവർത്തി തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഇതുവരെ ഈ പറയുന്ന ഈ എന്തെങ്കിലും തരത്തിലുള്ള അനുഭാവം കാണിക്കാൻ വേണ്ടി മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട് എന്നല്ലാതെ മെഴുകുതിരി വെളിച്ചത്തിൽ വാർത്ത വായിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ വളരെ ലഘൂകരിച്ച് അതിനെ കാണുന്നതിനപ്പുറത്തും ആശുപത്രിയിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടെ വൈദ്യുതി ബന്ധം തടസ്സപ്പെടാമെന്ന ബോധ്യത്തിലാണ് അവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ജനറേറ്റർ വാങ്ങി വെച്ചിരിക്കുന്നത്. അത് പ്രവർത്തനരഹിതമാണെന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നതല്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?